സലാസുൻ മുഹ്ലികാത്തുൻ, മൂന്ന് കാര്യം നശിപ്പിച്ചേ അടങ്ങും. ശുഹുൻ മുതാഅ വഹവൻ മുത്തബഅ വഇജാബുൽ മർഇ ബിനഫ്സിഹി. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രഗൽഭമായ ഹദീസാണ്. സലാസുൻ മുഹ്ലികാത്തുൻ, മൂന്ന് കാര്യം മനുഷ്യനെ നശിപ്പിച്ചേ അടങ്ങും. നശിപ്പിച്ചേ അടങ്ങും. ഇത്തിൽ കണ്ണി കയറിയാൽ മരത്തിന് നീര് പറ്റിച്ചേ അടങ്ങും. മൂന്ന് കാര്യം കയറിയാൽ അത് മനുഷ്യനെ നശിപ്പിച്ചേ അടങ്ങും. ശുഹുൻ മുതാഅ, ഒന്ന് അവൻ വഴിപ്പെട്ടു പോകുന്ന ലുബ്ധത, ഒരു അതിരുവിട്ട ലുബ്ധത. 10 പൈസ ഒരു കാര്യത്തിന് കൊടുക്കൂല, ഒന്ന് നശിച്ചേ തീരും. വഹവൻ മുത്തബ, അവൻ രണ്ടാമത്തെ ഹവ, അവൻ തന്നെ പിന്തുടർന്നു പോകുന്ന ഒരു ഹവ, അതായത് അവന് തോന്നിയത് അവൻ ചെയ്യുക. 3 വഇജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾക്ക് താൻ യോഗ്യനാണെന്ന്, താൻ മഹാനാണെന്ന്, താൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നവനാണെന്ന് സ്വയം തന്നെ തോന്നുക. വഇജാബുൽ മർഇ, ഒരു വ്യക്തി ആശ്ചര്യപ്പെടുക ബിനഫ്സിഹി, അവന്റെ നഫ്സ് കൊണ്ട് അവൻ ആശ്ചര്യപ്പെടുക. ഈ അജാബ് അവനെ ആശ്ചര്യപ്പെടുത്തുക. ആരാശ്ചര്യപ്പെടുത്തുക? അവന്റെ നഫ്സോനെ ആശ്ചര്യപ്പെടുത്തുക. ഞാൻ അൽഹംദുലില്ലാ ഇങ്ങനെ ആയി കിട്ടിയത് എന്തോ എൻ്റെ വല്യമാന്റെ ദ്വായാണ്. അപ്പൊ 2 കാര്യം, ഒന്ന് ഞാനായി, മനസ്സിലായില്ലേ? അതേസമയത്ത് റുബ്ബ മുദ്നിബിൻ, എത്ര ദോഷികളുണ്ട്. ഇബ്ലീസിന് അല്ലാഹു പുറത്തില്ല, ആദം നബി കൊടുത്തു. 2 ആൾ ഒരേ സമയത്ത് പുറത്താക്കിയതാണ്. എന്താ കാരണം? ഇപ്പൊ കാരണം പറയാൻ കഴിയും. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. ഇബ്ലീസ് മുഅജ്ജിബാണ്. ഇബ്ലീസ് അവനിൽ ആശ്ചര്യപ്പെട്ടവനാണ്. ആദം നബിയോ മുങ്കസിറുൽ ഖൽബാണ്, കൽബ് പൊട്ടി. പഠിച്ചോനെ ഒന്നുപോയി. ഇവർ 2 ആളുടെയും ദോഷത്തിന്റെ കാരണം എന്താ? ഇബ്ലീസിന്റെ ദോഷത്തിന്റെ കാരണം എന്താ? ഇപ്പൊ കിട്ടും. ഇബ്ലീസിന്റെ ദോഷത്തിന്റെ കാരണം എന്താ? ഇബ്ലീസ് പഴം കഴിച്ചോ? ചോദ്യം, ഇബ്ലീസ് പഴം കഴിച്ചോ? ഇബ്ലീസ് പഴം കഴിച്ചോ? ഇല്ല. പഴത്തുമ തൊട്ടോ? ഇല്ല. വല്ലതും കാട്ടിയോ? ഇല്ല. പുറത്താക്കിയോ? പുറത്താക്കി. ആദം നബി പഴം കഴിച്ചു, എന്നിട്ട് പുറത്താക്കി. അപ്പൊ ശരിക്ക് കാരണം പുറത്താക്കാൻ ആരാണ്? ആദം നബിയെ തിരിച്ചെടുത്തു. മറ്റവനെ ഒരിക്കലും തിരിച്ചെടുക്കില്ല. എന്തുകൊണ്ട്? അത് പഠിച്ചിട്ട് നോമ്പോറ്റാൽ മതി. ഒരാൾ പഴം കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല, പഴത്തിൻ്റെ തോട് പൊളിച്ചിട്ടില്ല, പഴം പറിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, പുറത്താക്കി തിരിച്ചെടുക്കൂല. ഒരാൾ പഴം കഴിച്ചും ചെയ്തു, പുറത്താക്കുകയും ചെയ്തു, പെട്ടെന്ന് തിരിച്ചെടുക്കുകയും ചെയ്തു. തിരിച്ചെടുക്കേ ഇന്നല്ലാഹ അസ്തഫ ആദമ, ശുദ്ധീകരിച്ചു, സ്ഫുടം ചെയ്തു, മഹാനാക്കി. ആരെ? എന്താ കാരണം? ആദമിൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേലുള്ള ചാർജ് എന്താ? ഷഹ്വത്ത്, വികാരം. ആദം നബിയുടെ കാരണം വികാരം. തിന്നാൻ മോഹം, കുടിക്കാൻ മോഹം, ചെയ്യാൻ മോഹം. ഇബ്ലീസിന്റെ കാരണം എന്താ? ഉജ്ബ്, കിബ്ർ, തിരിച്ചെടുക്കൂല. നമ്മൾ നിസ്കരിച്ചു, നമ്മളിൽ ആശ്ചര്യപ്പെട്ടു. നമ്മളെ ദോഷം ആരിൽ നിന്ന് വന്നു? നമ്മളെ ദോഷത്തിന്റെ പിതാവാരാ? ഇബ്ലീസ്. ഒരുത്തൻ കള്ളുടിച്ചു, എന്നിട്ട് കരഞ്ഞു. അവന്റെ പ്രശ്നത്തിന്റെ പിതാവാരാ? ഒരുത്തൻ കള്ളു കുടിച്ചു. കള്ളിന്റെ അടിസ്ഥാന കാരണം എന്താ? നിങ്ങളോടായിപ്പോയല്ലോ. കള്ളിന്റെ അടിസ്ഥാന കാരണം എന്താ? ഷഹ്വത്ത്, പൂതി. ആണോ അല്ലേ? പറയേ. പൂതി, പച്ച മലയാളത്തിൽ പറഞ്ഞ പൂതി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴം കഴിച്ചു. എന്തുകൊണ്ട്? പൂതി. പുറത്താക്കി, വേഗം തിരിച്ചെടുത്തു.
നമ്മളെ നാട്ടിൽ കള്ളുടിയനുണ്ട്, ഓൻ കള്ളുടിച്ചു. എന്താ കാരണം? പൂതി. വേഗം മടങ്ങും, വേഗം മടക്കാം. മുങ്കസിറും കൽബവും, കൽബ് പൊട്ടിയവനാണ്. പഠിച്ചോനെ ഞാൻ പെട്ടുപോയതാണ്. മനസ്സിലായില്ലേ? എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ മുഅജ്ജിബീങ്ങളായ നമ്മൾ കൂടിയിട്ടാണ് കള്ളുടിയൻ്റെ മേൽ നിയമം ഉണ്ടാക്കുന്നത്, ഓനെ മയലിൽ നിന്ന് പുറത്താക്കണത്. ഓനെ അത് തിരിച്ചെടുക്കാം, നമ്മളെ ഒരിക്കലും തിരിച്ചെടുക്കില്ല. നിങ്ങളിൻ്റെ കൂടെ അല്ല. സത്യത്തിൽ പള്ളി കമ്മിറ്റി ആണ്ടത് ഓനാ. എന്തുകൊണ്ട്? ഇന്ന് മുതൽ കള്ളു ഷാപ്പൊക്കെ പറയണ്ടട്ടാ. എന്നാൽ ഞാൻ പറയാം, അതും ഇതും ദോഷമാണ്. പക്ഷെ ആ ദോഷത്തിന് കാരണമുണ്ട്. ആ കാരണം ഷഹുവത്താണ്. ഇതിന്നെ പഠിപ്പിച്ച് നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ ഇയാൾ ഈ പറയണത്. എന്നെ പഠിപ്പിച്ചത് ഇമാം ഗസാലിയാണ് റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാം ഇങ്ങനെ തന്നെ പറയണത് ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന അഹങ്കാരി നിന്നെ അള്ളാഹ് ഇബ്ലീസാക്കും. എടാ, കള്ളുടിയനെ അള്ളാഹ് മഹാനാക്കും, ഇജ്ജ് സൂക്ഷിച്ചോ. എന്തുകൊണ്ട്? നിന്റെ നേതാവ് ഇബ്ലീസാണ്, കള്ളുടിയൻ്റെ നേതാവ് ആദം നബിയാണ് അലൈഹിസ്സലാം. ആദം നബി കള്ളുടിച്ചു എന്നല്ല പറയുന്നത്. വായന സംഗതി പാടില്ല എന്ന് രണ്ടാളോട് പറഞ്ഞാളോ. നിങ്ങളിൻ്റെ കൂടെ അല്ല. കള്ളുടിക്കരുത്, ആ മരത്തിലേക്ക് അടുക്കരുത്. ഞാൻ അതിൻ്റെ ഉള്ളെന്താന്ന് അള്ളാഹ്ക്കറിയാം, നമുക്കറിയില്ല. പക്ഷെ പറഞ്ഞത് അങ്ങനെയാണല്ലോ. വലാ തഖ്റബാ ഹാദിഹി ശജറ. മറ്റത് വലാ തശ്റബിൽ ഖംറ, കള്ളു കുടിക്കരുത്. മറ്റത് വലാ തഖ്റബാ ഹാദിഹി ശജറ, ആ മരത്തിലേക്ക് അടുക്കരുത്. അടുത്തു, കഴിച്ചു. എന്താ കാരണം? പൂതി. കഴിക്കുമ്പോൾ തന്നെ ഉണ്ട്. എൻ്റെ കഥ കഴിഞ്ഞ് ഞാൻ പോക്കാം. എന്നോട് കുറച്ചും പറഞ്ഞതിനെതിരെ ചെയ്തതിൽ എൻ്റെ പൂതിയുണ്ട്. നേരെ മറിച്ച് ബിലീസ് തർക്കിക്ക. എന്ത് പണിയാണ് കേൾക്കണത്? ഞാനല്ലേ യോഗ്യൻ, ജല്ലേ അക്രമി. ജിന്നെ അഗ്നി കൊണ്ട് പഠിച്ചിട്ട് ആ ഒരു അന്തല്ലാത്തവൻ എൻ്റെ സുജൂദ് എന്നോട് പറയാൻ പറ്റുമോ? ജിന്റെ സ്റ്റാൻഡ് മനസ്സിലാക്കണ്ടേ? പറയണ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എന്തേ ഞാൻ ഈ ആകാശമാണ് സുജൂദ് ചെയ്യുന്നവനല്ലേ? ജിന്നെ മനസ്സിലാക്കണ്ടേ ഞാൻ ആരാണ്? ഇത്രയേറെ സുജൂദ് ചെയ്ത് എപ്പോൾ നിനക്ക് ഇബാദത്തെടുക്കുന്ന ഇന്നോട് ആ ഒരു മണ്ണിൽ വെള്ളം നനച്ചുണ്ടാക്കിയ ഈ ഒരു സാധനത്തിന് സുജൂദ് ചെയ്യാൻ പറയാൻ നിനക്ക് തോന്നിയതിന്റെ എനിക്ക് അത്ഭുതം പറയാം. ഇത് പഠിച്ചോ തന്നെയല്ലേ? എന്ത് കളിയായി കളിക്കണം? അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്ക് ആര് പറയില്ല? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആര് പറയില്ല? എന്തുകൊണ്ട്? ഓൻ തെറ്റ് ചെയ്തിട്ടില്ല. അവന്റെ ഭാഷയിൽ അസ്തഗ്ഫിറു ഇബ്ലീസാണ് അല്ലാഹ് പറയണം. മനസ്സിലായില്ല? അവന്റെ ന്യായല്ലേ? ചിന്നോട് പൊറുക്കല്ല തേടുന്നു, ചിങ്ങനെ കാട്ടാൻ പാടുന്നു. നീ പഠിച്ചോന്നെ എത്തി, പഠിച്ചോനുള്ളേ ഒരു പരിധി. മനസ്സിലായില്ലേ? അതേസമയത്ത് ആദം നബി 1000 കൊല്ലം ഭൂമി പാർത്തു. 1000 കൊല്ലത്തെ ദുആ അറാഫ് സൂറത്തിലുണ്ട്. ഏതാ 1000 കൊല്ലം ദുആ? 1000 കൊല്ലത്തെ ദുആ അറാഫ് സൂറത്തിലുണ്ട്. ഒരാളോ മതി. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അവർ രണ്ടാളും പറഞ്ഞുകൊണ്ടേയിരുന്നു. പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലംന അൻഫുസന, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തവരാണ്, ഞങ്ങൾ പോക്കാണ്. ഇതന്നെയല്ലേ കളുടെയും പറയുന്നത്? ഇത് മൂല്യരായ നമ്മൾ പറയോ? എന്നിട്ട് നാട്ടുകാരല്ലേ കുറ്റം ചെയ്ത് നമ്മളെന്ത്? അപ്പൊ മൂല്യരായ എൻ്റെ നേതാവ് ഇബ്ലീസാവൂലേ? ലഅനത്തുല്ലാഹി അലൈഹി. കള്ളുടിയൻ്റെ നേതാവ് ആരാ? ആദം നബി. കള്ളുടിയൻ ആദം നബി പറഞ്ഞ വാക്കന്നെ എപ്പോഴും പറയണത്. നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ പറയണത്? റബ്ബനാ വലംനാ അൻഫുസനാ. പിറ്റേന്ന് കള്ളു ഷാപ്പ് പോയി തന്നെയാണ് പറയണത്. പിറ്റേന്നും പൂതിണ്ടായി പോകുമല്ലോ. പിറ്റേന്ന് പറഞ്ഞു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പിറ്റേന്നും കള്ളു ഷാപ്പ് പോയി. എന്തേ? പൂതി. ഒരു സദസ്സിലൊന്നാം ബാക്കിൽ വന്നിരിക്കും. എന്ത്? ഞാനിന് മുന്നിൽ കയറിയിരിക്കാൻ യോഗ്യനല്ല.
മൂലിയരെ കണ്ടാൽ പണിയെടുക്കണീൻ്റെ ഇടയിൽ മൂലിയരെ കണ്ടാൽ മുണ്ടഴിച്ചിടും. എന്തേ? മുണ്ടുത്തിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ആ മനുഷ്യന് മുന്നേ അത് പള്ളിയിലെ മൂലിയരാണ്. മൂലിയരെ നോക്കിയാ നന്നായി, മൂലിയൻ്റെ നന്നായി. ഞാനത് നിങ്ങളൊക്കെ മുണ്ട് എത്ര ആൾ കഴിച്ചിട്ടുണ്ട് നോക്കാൻ തന്നെ ഞാൻ ഇറങ്ങി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പണിയെടുക്കുക, മുണ്ടഴിച്ചിട്ടു. ഓനാ യോഗ്യൻ. എന്തുകൊണ്ട് മൂല്യരെ കണ്ടപ്പോ മുണ്ടഴിച്ചിട്ട് എന്ത് ബഹുമാനിച്ചു? ആരെ പറയേ? അത് ഇൽമുള്ള ആളാണ്. അപ്പം ബഹുമാനിച്ചത് ആരെയാണ്? അവൻ ആരെയാണ് ബഹുമാനിച്ചത്? അവൻ ആരെയാണ് മഹത്വപ്പെടുത്തിയത്? ഒരു ആലിമിനെ ഒരാൾ ബഹുമാനിച്ചാൽ ആ ആൾ മഹത്വപ്പെടുത്തിയത് ആരെ? പറയടാ, അള്ളാഹുവിനെ അല്ല. അയാളെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും ഇൽമുണ്ട് എന്നുള്ള പേര് അയാളാര് അല്ലേ? മനസ്സിലായില്ലേ? ചിന്തിക്കാം തന്നെ. അയാളെന്ത് അതാണല്ലോ. അതേസമയത്ത് ഇയാൾ മനസ്സിലാക്കണത് എന്നെ ബഹുമാനിച്ചു എന്നാണ്. ജാഹിൽ എന്നൊരു കവി ഉണ്ടായിരുന്നു. അയാളെ കല്യാണത്തിന് വിളിച്ചു. വലിയ പ്രഭു കല്യാണത്തിനെന്നു. കവികളല്ലേ, കവികൾക്ക് ഇപ്പൊ തന്നെ മര്യാദക്ക് തുണിപ്പാൻ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പൊ പിന്നെ അന്നത്തെ അവസ്ഥ പറയാണ്ടോ? ഒരു മുഴിഞ്ഞ് ചരച്ച ഒരു തുണിയും കുപ്പായൊക്കെ ഇട്ട് ജാഹിൽ വലിയ കവിയാണ്, അറിയപ്പെട്ട കവിയാണ്. പോയി കല്യാണത്തിന് നമ്മൾ കയറ്റില്ല. ഗേറ്റ് കീപ്പറുണ്ട്. ക്ഷണിച്ചിട്ട് വന്നാണ് കയറും. എന്നെപ്പോലത്തെ ക്ഷണിക്കൂലാറും. എന്നെപ്പോലത്തെ ഇത് വലിയ പ്രഭുക്കൾ ഉള്ള കല്യാണമാണ്. എന്നെപ്പോലത്തെ ആളെ ക്ഷണിക്കൂലാറും. ജാഹിൽ തിരിച്ചു വന്നു. ഈ ഗേറ്റ് കീപ്പർക്ക് ഇത് ജാഹിലാണെന്ന് അറിയില്ല. ജാഹിൽ പറഞ്ഞാൽ ലോക പ്രശസ്ത കവിയാണ്. ജാഹിൽ അത് അങ്ങാടി പോയി ഒരു കോട്ട് വാങ്ങി. ഒരു കോട്ടും പൈജാമയും എല്ലാം തൊപ്പിയും എല്ലാം വാങ്ങി പിന്നെയും വന്നു. അപ്പൊ കയറ്റി, സല്യൂട്ട് അടിച്ചു, കയറ്റി. ജാഹിൽ എന്ത് ചെയ്തു? കല്യാണത്തിന് കൊണ്ടുപോയി ചോറിനിരുത്തി. അപ്പൊ ജാഹിൽ ചോറെടുത്ത് കോട്ടിന്റെ ഈ കീശി കൂടി ഇട്ടു, കറി ഈ കീശി കൂടി പറഞ്ഞു. ശരി ശരി, ഇതൊക്കെ എല്ലാം കോട്ടിലാണ് നിറച്ചു. എന്നിട്ട് ഞാൻ പോട്ടേറ് മുതലാളിൻ്റെ അടുത്ത് വന്നു. എന്താ ജാഹിൽ ഇതെന്ന് വെച്ചു. അല്ല ഇപ്പൊ പറഞ്ഞു, ഞാനായി വന്നു, അപ്പൊ ഇവിടെ കയറ്റിയില്ല. പിന്നെ ഞാൻ കോട്ടിട്ട് വന്നു, അപ്പൊ കയറ്റി. അപ്പൊ ബഹുമാനിച്ചത് ഇന്നല്ല. അപ്പൊ കല്യാണം എനിക്കല്ല, കോട്ടിനാണ്. അപ്പൊ ചോറോൻ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്ക്. അപ്പൊ മൂല്യരായ എന്നെ ഒരു നാടൻ ബഹുമാനിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കും ഇന്നല്ല ബഹുമാനിച്ചത് ആരെയാണ്? അള്ളാന്റെ കലാമിനെയാണ് ബഹുമാനിച്ചത്. ഇന്ത്യത്തേക്ക് വില വെക്കണ്ട. പക്ഷെ ഞാൻ തെറ്റിദ്ധരിക്കണം. അവൻ ബഹുമാനിച്ചപ്പോൾ മഹാനായി. ഞാൻ ഇങ്ങനെ ബഹുമാനിച്ചു, ഞാൻ വലിയ മോശപ്പെട്ടവനായി. മനസ്സിലായില്ലേ? ചിന്തിക്കൊക്കെ ചിന്തിക്ക്. ഒരു ദോഷിയെ കണ്ടാൽ പോലും ലാ തദ്ഖുലുൽ ജന്ന എന്ന് മുത്തിയെ പറയാൻ പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ മുത്തിയുടെ എല്ലാ അമലും അള്ളാഹു പൊളിച്ചു കളയും. മനസ്സിലായില്ല? ഒരു മുത്തിയെ ഇപ്പിടുന്ന ആള് ആ മുദിനിബൻ ദോഷിയെ കണ്ടു. ഫഖാല, കള്ളുഷാപ്പ് ഇറങ്ങിയവരുണ്ട് ദോഷി. അപ്പോൾ പറഞ്ഞു, ഇന്നക ലാ തദ്ഖുലുൽ ജന്ന, ഈ സ്വർഗത്തിൽ കിടക്കൂല പറഞ്ഞാൽ ഫയഖൂലുല്ലാഹ്, അർശിന്റെ അധിപതി അപ്പോൾ അർശിലിരുന്ന് പറയും. എന്ത്? അർശിന്റെ അധിപതി അപ്പോൾ പറയും എന്ത്? ഇന്നഹു യദ്ഖുൽ ജന്ന വ ഇന്നക ലാ തദ്ഖുൽ ജന്ന. ഓൻ സ്വർഗത്തിൽ കിടക്കും, ഇശ് കിടക്കൂല. മൻ അദിന ലക അബ്ദി ലാ യദ്ഖുൽ ജന്ന, ഇന്റെ അടിമ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറയാൻ വിചാര. അന അഹ്ബത്തു അമലക, ഈ ഇതുവരെ ചെയ്ത അമൽ മുഴുവൻ ഈ ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പൊളിച്ചു. എനിക്ക് സമായി. പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം? ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്. ഇത് മുത്തുനബിന്റെ ഹദീസാണ്. ഒരു മനസ്സിലായില്ല? ഒരു ദോഷിയെ കണ്ടപ്പോൾ ഒരു സ്വാലിഹ് എന്ത് പറഞ്ഞു? മക്കളെ എന്തു പറഞ്ഞു? ഇന്നക ലാ തദ്ഖുൽ ജന്ന. ഇങ്ങനെ പറയാ. കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ പറയാ. എങ്ങനെ? പിന്നെ ഈ ജാതി പണിയെടുത്താലൊക്കെ മനുഷ്യരെ കുടുങ്ങും കേട്ടോ, കുടുങ്ങാനാണ് സാധ്യത. അങ്ങനെ പറയാം. ഈ ജാതി പണിയൊക്കെ എടുത്താലേ കുടുങ്ങാനാണ് സാധ്യത കേട്ടോ, ശ്രദ്ധിച്ചാളാ. അങ്ങനെ പറയാം. ഇജ്ജ് നരകത്തിൽ സ്വർഗത്തിൽ കിടക്കൂല അറിയാം. ആരാ? ഇന്റെ അടിമ സ്വർഗത്തിൽ കിടക്കൂല അറിയാം. ഇജാരാ? അത് ഞാനല്ലേ ആള്. അത് കിടക്കൂല എന്ന് പറഞ്ഞാൽ എനിക്ക് സമായില്ലേ? മനസ്സിലായില്ല? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആർക്ക് എന്ത് അവകാശം? അപ്പൊ മനുഷ്യനിൽ വഞ്ചിതരായവരിൽ നല്ലൊരു ശതമാനം സദഖ കൊടുത്ത് വഞ്ചിതരായി.
കോടിക്കണക്കിന് റുപ്യ സ്വതം കൊടുത്തിട്ട് 50 പൈസ റിക്കാർഡിൽ ഉണ്ടാവില്ല. 50 പൈസ ഉണ്ടാവില്ല റിക്കാർഡിൽ. കോടിക്കണക്കിന് സ്വതം കൊടുക്കും, 50 പൈസ റിക്കാർഡിൽ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആയിരക്കണക്കിന് വയൽ പറഞ്ഞു, ഒരു വയൽ റിക്കാർഡിൽ ഉണ്ടാവില്ല. 10,000 കുട്ടികൾക്ക് ദർസ് നടത്തി, ഒരു ദർസ് റിക്കാർഡിൽ ഉണ്ടാവില്ല. എന്ത്? സ്വന്തം വലുതായി. ഉജുബ്. ഉജുബ് ആരുടെ സിഫത്താണ്? ഇബ്ലീസിന്റെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ തല കുടുക്കി. എത്രയെത്ര ദോഷികളുണ്ട്. എത്രയെത്ര ദോഷികൾ ഉണ്ട്. അവന് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ ഹൃദയം പൊട്ടി എന്ന കാരണത്താൽ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു കള്ളുടിയനെ പറയുന്നുണ്ട്. കള്ളുടിയൻ മരിച്ചപ്പോൾ നാട്ടുകാർ ബഹിഷ്കരിച്ചു. എന്റെ കള്ളുടിയനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ വലിയ അല്ലാഹു തആല ഇൽഹാമ കൊടുത്തു. ഇന്നാലിന്ന നാട്ടിൽ ഒരു ശാരിബുൽ ഖംർ മരിച്ചിട്ടുണ്ട്. അയാളെടുത്ത് പോവുക, അയാളെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ജനാസ ഒരുക്കുക, കഫൻ ചെയ്യുക, കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യിത്ത് നിങ്ങളെ നിസ്കരിക്കുക. ഫഅൽഹമല്ലാഹു വലിയ ദാലിക സമാൻ. ഈ സംഭവം ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ മനുഷ്യൻ മരിച്ചു, ആ നാട്ടുകാരും വന്നില്ല, മരിച്ചു. നമ്മൾ മാറ്റോ ഓനെ മരിച്ചു, ഇവൻ പോയി കേൾക്കണം. ആയിക്കോട്ടെ, ആരേനും ഓൻ്റെ അടുക്ക് വന്ന് നിൽക്കണം. എല്ലാവരും ഒഴിവാക്കി. വലിയ വന്നു. ആ വലിയ മലങ്കാടിൽ പോയി അള്ളാഹുവിന് ഒറ്റക്ക് ഖൽവത്തിലിരിക്കുന്ന, ഇബാദത്തിലിരിക്കുന്ന അങ്ങനെ ഒരു വലിയ ഉണ്ടെന്ന് ജനങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ വലിയനെ കണ്ടവർ ആ നാട്ടിലില്ല. മനസ്സിലായില്ലേ? അപൂർവം പഴമക്കാർക്കല്ലാതെ ഈ മനുഷ്യനെ അറിയില്ല. അങ്ങനെ ഈ മനുഷ്യൻ മലയിറങ്ങി വന്നു, ഈ വീട്ടിൽ വന്നു. കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ വിവരം മെല്ലെ 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 അങ്ങോട്ട് പരന്നു, നാടാകെ പരന്നു. അപ്പോഴത്തിന് ജനങ്ങൾ ഓടിക്കൂടി. എൻ്റെ കുറച്ച് പഴമക്കാരല്ലാതെ ആരും കാണാത്ത ഒരാളാണ്. ഇത്ര വലിയ മഹാനാണ്, ആർക്കും പിടികൊടുക്കാതെ ഒറ്റക്ക് പോയി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന മഹാനാ. ആ മഹാൻ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് മയ്യത്തിനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിക്കാൻ നേതൃത്വം നൽകി, ഒക്കെ കഴിഞ്ഞു. മറവ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് മറവ് ചെയ്ത് തിരിച്ചു പോകാൻ ഒരുക്കുമ്പോൾ ഈ മനുഷ്യന്റെ ചുറ്റും ജനങ്ങൾ കൂടി. തറക്കനാഹു, ഞങ്ങൾ അതിനെ ഒഴിവാക്കിയ. ഇന്നഹു കാന ഷാരിബൽ ഖംരി, ഓൻ കള്ളൂടിയനാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളൂടിയനാണ്. അതുകൊണ്ട് വേറുള്ളവർക്കൊരു പാടുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഇവനെ ഒഴിവാക്കി. ജനാസക്ക് എല്ലാ സൗകര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ വന്നു. ആ നാട്ടിൽ അക്തറുന്നാസി ജനാസ, മനസ്സിലായേ? സലാത്തുൽ ജനാസ, മയ്യത്ത് നിസ്കാരം നിസ്കരിക്കപ്പെട്ടതിൽ ആ നാട് കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം ആരുടേതായി? ഈ കള്ളുടേതായി. ഇത് നിങ്ങളാണ് കാരണം. ഞങ്ങൾ ഒഴിവാക്കിയത് വേറുള്ളൊരു പാടുണ്ടാകാൻ വേണ്ടി. ഇല്ലിമ അത്തൈത്ത, നിങ്ങൾ എന്തിനു വന്നു? അപ്പോൾ പറഞ്ഞു ഉൽഹിമ, എനിക്ക് ഒരു ഇൽഹാമ കിട്ടി. ഞാലിൻ്റെ നാട്ടിലൊരാൾ, അപ്പോൾ എനിക്കൊരു ഇൽഹാമ കിട്ടി. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. അങ്ങനെ വന്നതാണ്. എന്തേ കാരണം എനിക്കറിയില്ല. ഞാൻ കണ്ടതുപോലെ തന്നെ ഉള്ളതും. ഞാൻ വിധവയോട് ചോദിക്കാം. വീട്ടിൽ പോയി വീട്ടിന് പുറത്തുനിന്ന് വിളിച്ചു ചോദിച്ചു. വീട്ടിൻ്റെ അകത്തിരിക്കുന്ന പെണ്ണിനോട്, പെണ്ണെ, ഇങ്ങനെ അത്ഭുതം ഉണ്ടായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ. ഫമാഖാന എഹ്സാനുഹു, അയാളെ എഹ്സാൻ എന്തായിരുന്നു? ഫഅയ്യുഷൈൻ യഹ്സാനു, അയാൾ ചെയ്ത നന്മ എന്താ? ഫഖാലത്ത്, അപ്പോൾ ആ പെണ്ണു, മാ റഅയ്തു മിൻഹു ഹസനതൻ ഖത്തു മുൻദു തസവ്വജനി, അയാൾ എന്നെ കെട്ടിയത് മുതൽ ഒരു നന്മയും ഞാൻ അയാളിൽ കണ്ടിട്ടേ ഇല്ല. ദായിമ ഷുർബി, എപ്പോഴും കള്ളുടിയിലിരിക്കും. ഫയഅതി ബഅദ ഷുർബിൽ ഖംരി, കള്ളു കുടിച്ചതിന് ശേഷം പൊരിയിൽ വരും. ഫില്ലൈലി, രാത്രിയിൽ. ഫയനാമു, പിന്നെ തളർന്നുറങ്ങും. ഫൈദാക്കാന ജൗഫുല്ലൈലി, പാതിരാത്രി കഴിഞ്ഞാൽ ഫയഖുമു, എണീക്കും. ഫയബക്കി കരീം, ശരിബ്തു യാ റബ്ബി, യാ റബ്ബി, ഇന്നും ഞാൻ കുറ്റം ചെയ്തു, ഞാൻ കള്ളു കുടിച്ചു പഠിച്ചോനെ, ഇന്നും കുടിച്ചു പഠിച്ചോനെ, നിർവാഹമില്ലാത്തതുകൊണ്ടാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞ് കരീം. മാ റഅയ്തു മിൻഹു ഇല്ലാ ഹാദിഹിൽ ഹസന, ഈ നന്മ ഇല്ലാത്ത ഒരാൾ ഒരു നന്മയും ഞാൻ അയാളിൽ കണ്ടിട്ടില്ല. ഫയസ്വല്ലി സുബ്ഹാൻ, നമസ്കരിക്കും. അപ്പോൾ വലിയ പറഞ്ഞു, അതെന്നെ കാരണം. എന്തുകൊണ്ട്? അയാൾ ദോഷിയാണെന്ന് ബോധമുണ്ട്. നമ്മൾ ദോഷിയാണെന്ന് ബോധമില്ല. തന്നെ പ്രശ്നം. എന്താ പ്രശ്നം? നമുക്കാർക്കും നമ്മൾ ദോഷിയാന്ന് ബോധമുള്ളത്? ദോഷിയല്ലേ? ഏറ്റവും വലിയ ദോഷം റുജ്ബല്ലേ, കിബിറല്ലേ, ഞാൻ യോഗ്യനാന്നല്ലേ? ഇത് ആരെ സിഫത്താ?
പറയാ കുട്ടി ഇത് ആരെ സിഫത്താ? ഞാൻ യോഗ്യനാണ് എന്നത് ആരെ സിഫത്താ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ നിങ്ങള് നല്ല കുടുക്കി. ഞാൻ ഈ ഖാദിന് വായിക്കാം ഹിക്മന്റെ തറ അൽ അബ്ദു, ഒരടിമ ഇദാ നളറ ഔസാഫ നഫ്സിഹി അല്ലഈമ, അവന്റെ സിഫത്തുകൾ, അവൻ ഒരാൾ അവന്റെ മോശപ്പെട്ടത് അവനണ്ട് എണ്ണാൻ തുനിഞ്ഞാൽ വ അഫ്ആലിഹാ അൽറമീമ, വൃത്തികെട്ട അവന്റെ പ്രവർത്തനങ്ങളും യസ്തഹ്യാ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കും, അയർഫഅ ഇലൈഹി, കയ്യൺ പൊന്തിക്കാൻ. നമ്മളൊന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തിന് കഴിയില്ല? പുതിയൊരാവശ്യം പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൈപൊന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ദുആഇന്റെ യോഗ്യത പോലും നമുക്ക് ഇല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞു. രാജാവിൻ്റെ വാതിൽക്കലാണ് ഈ കിതാബ് പറയുന്നുണ്ട്. രാജാവിൻ്റെ വാതിൽക്കലാണെങ്കിൽ പോലും കക്കൂസിലെ മലത്തിൽ മുങ്ങിയിട്ട് വന്ന് കൈനീട്ടാൻ പറ്റുമോ? ആട്ടൂലേ? ആരുടെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞേച്ച്? മനസ്സിലായില്ല. പറയുന്നത് മനസ്സിലാവണുണ്ടോ ഇല്ലേ? ഇന്ന് കയറിയിരിക്ക് ലേശം കയറിയിരിക്ക്. പറയുന്നത് മനസ്സിലാവണില്ലേ കുട്ടികളെ? പറയുന്നത് മനസ്സിലാവണില്ലേ? നമ്മളെപ്പറ്റി ഇന്നെപ്പറ്റിയ ഒന്ന് ഞാൻ തന്നെ അള്ളാഹു സത്താറായതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ നാട്ടിൽ മനുഷ്യന്മാരെ മുന്നിൽ എണീറ്റിക്കാൻ കഴിയുമോ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണുണ്ടോ കുട്ടികളെ? എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഈ കിതാബ് പറയേണ്ട സംഭവം നല്ലോണം കൊടുക്കണ രാജാവാണ്, ഒരാളെയും വിടാത്ത രാജാവാണ്. രാജാവിൻ്റെ വാതിൽക്കൽ ഇജ്ജ് വന്നു നിൽക്കുക, വന്നവർക്കൊക്കെ കൊടുക്കും രാജാവ്. പക്ഷെ ഇജ്ജ് വന്നത് എങ്ങനെ? പറയടാ, എങ്ങനെ വന്നു? കക്കൂസിൽ മുങ്ങിയാണ് വന്നു. കക്കൂസിൽ മുങ്ങി വന്നിട്ട് രാജാവിൻ്റെ വാതിൽക്കൽ കൈ നീട്ടിയാൽ എന്താ രാജാവ് പറയാം? ഈ രൂപത്തിൽ ഇവിടെ വന്ന് കൈ നീട്ടാൻ എങ്ങനെ എനിക്ക് ധൈര്യം ഉണ്ടായി? എന്താ വിചാരിച്ച്? ഈ വളപ്പും തൊടുകയും പറമ്പും ആകെ നാറുകയാണല്ലോ. ഓടാ. അപ്പൊ ഇവന് കൈ നീട്ടാ കൊടുക്കൂ രാജാവ്. പക്ഷെ അവൻ ആരാകണം? ആദ്യം എവിടെ പോകണം? പറ കുട്ടി, എവിടെ പോകണം? പുഴയിൽ പോകണം, മുങ്ങണം, കുളിക്കണം, ഒരു സോപ്പ് മുഴുവൻ തേക്കണം. ചിലപ്പോൾ ആ സോപ്പ് കഴിഞ്ഞാലും മണം പോവില്ല, പിന്നെ തേക്കണം. പറ കുട്ടി, മനസ്സിലായില്ലേ? തേച്ച് 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 പോയാലും അന്ന് കക്കൂസിൽ മുങ്ങിയ അന്ന് തേച്ച് 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 2 സോപ്പ് കഴിഞ്ഞ്, എന്നാലും അന്ന് പോകാൻ ധൈര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പുരയിൽ ചെന്നാലും പെണ്ണുങ്ങൾ എന്ത് പറയും? ചെറിയൊരു നാറ്റുണ്ട്. പിന്നെ നല്ലൊരുക്ക 4 ദിവസം കഴിഞ്ഞാലേ രാജാവിനെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടാൻ ധൈര്യം വരുള്ളൂ. 4 വാതിൽക്കൽ കൂടെ കയറുമ്പോൾ ഒരു ഡൗട്ടി അമ്മകനെ വരും. എന്ത്? മിന്നാ നിന്നെ ഇവിടുത്തെ നാട്ടിയതാണ്, നീ മണക്കണ്ടെന്ന് ഇനിയും അയാൾ പറയാവോ? ഓരോരുത്തർ ചോദിക്കുക, ഉസ്താദ് നിങ്ങളെന്ത് മനുഷ്യനാ? ദ്വാരക്കണം നല്ല പറഞ്ഞല്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയ്യും ഞാനും ദ്വാരക്കേണ്ടത് എന്തല്ല? പുതിയത് വാങ്ങാനല്ല. പടച്ചോനെ, ഞാൻ മലത്തിൽ മുങ്ങി നടക്കുകയാണ്, ഒന്ന് കഴുകിക്കൊണ്ടാൻ ഇതേ പറയണ്ടുള്ളൂ. അതാണ് റബ്ബന. അത് പറ ഇനിയും ചക്കങ്ങ കൊണ്ടേ തിരിക്കണം. എന്തിനാ പറഞ്ഞത്? മനസ്സിലായില്ലേ? അർത്ഥം പറഞ്ഞേക്ക അമ്മേനെ പറയേ. ഇതാണ് ആ വാക്ക്. എന്ത്? ആദനബിക്ക് പറയണ്ടേ ഇല്ല, അള്ളാഹുവിന്റെ നബിയാണ്. നമ്മളവസ്ഥ എന്താ? ആദനബി 1000 കൊല്ലത്ത് പറഞ്ഞേക്കണമെങ്കിൽ നമ്മളവസ്ഥ എന്താ? ആദനബി അലിസൻ നബിയാ, മഅസൂമ. അതൊരു കുറ്റമല്ല, അതൊരു പരീക്ഷണ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആദനബി ഒരു അനിവാര്യല്ലേ? ആദനബി പായം കഴിച്ചുകൊണ്ടാണല്ലോ പാഴൂർ ക്ലാസ് ഇറന്നത്. ഇക്കൊല്ലം അജിന് പോകണല്ലേ? ജജിനും ഉണ്ടാകുക. അതുകൊണ്ട് എന്താ ജജിന് പോകാൻ? ആദനബി പായം കഴിച്ചു. എന്ത് നിങ്ങൾക്ക് ഇന്നെ വല്ലതും കാട്ടണം തോന്നുന്നുണ്ടോ? ആദനബി പായം കഴിച്ചതൊരു കുറ്റല്ല. നമ്മളെ കള്ളുടിയോട് ഉപമിക്കാൻ പറ്റൂല. അതൊരു അനിവാര്യതേ. അതൊന്നും ഇന്ന് വരെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് തീർന്നിട്ടില്ല. നമ്മളവർ എങ്ങനെ ഉപമിക്കുക? ഈ കള്ളുടിച്ചോണ്ട് തിന്മല്ലാതെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ആദനബി അലൈഹി സ്വലാം പായം കഴിച്ചിട്ട് നന്മല്ലാതെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉമ്രക്ക് പോയി, ഹജ്ജിന് പോയി, കഅബ മുത്തനബിന്റെ അടുത്ത് പോയി നിന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. എന്താ കാരണം? ആദനബി പായം കഴിച്ചു. എന്ത്? മുത്തനബിക്ക് സഹാബികൾ ഉണ്ടായി 1.5 ലക്ഷം. എന്താ കാരണം?
നിങ്ങൾക്ക് വല്ല സുഖങ്ങളുണ്ടോ? എന്താ കാരണം? നിനക്കെന്താടാ എന്നെ നോക്കി പേടിപ്പിക്കണം? എന്താ കാരണം? ആദം നബി പാൻ കഴിച്ചു. ആദം നബി പാൻ കഴിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്മാർ ഭൂമിയിലെത്തുവോ? ഹജ്ജുണ്ടാവുമോ? നോമ്പുണ്ടാവുമോ? വത്തക്ക തിന്നു. ഈ വത്തക്കൊക്കെ തിന്നാനുള്ള കാരണം എന്താ? ഇവിടെ ഞങ്ങളൊക്കെ വരുന്നത് പരപ്പനങ്ങാടിയിൽ നിന്ന് രാവിലെ വരുമ്പോ ലേശം അന്തം കൂടി കൊണ്ടുപോന്നൂടെ? അപ്പൊ ആദം നബി അലൈഹി അതൊരു കുറ്റല്ല. ഇയ്യും ഞാനും കേട്ടോ ഒക്കെ കുറ്റാണ്. നമ്മുടെ ബൈ പ്രൊഡക്റ്റ് ഒക്കെ കുറ്റാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസി, എല്ലാ വൃത്തികളുടെയും കേടുകളുടെയും മാതാവാണ് മദ്യം. അപ്പൊ ഈ കള്ളുടിച്ചിട്ട് കുറ്റം ഉണ്ടായിട്ടുള്ളൂ. ആദം നബി ഭയങ്കര നന്മ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മനസ്സിലായി? ചിന്തിക്ക്. ഉരുളിയങ്ങളും നമ്മളെ മനുഷ്യ സ്ത്രീകളും തമ്മിൽ മത്സരിക്കും സ്വർഗത്തിൽ. അപ്പോൾ ഉരുളിയങ്ങൾ നാണിക്കും. എന്റെ ഒരു പാട്ട് പാടും, ഞങ്ങൾ നോമ്പോറ്റ പെണ്ണുങ്ങളാണ്. മാറിക്കും. അപ്പോൾ മാറിക്കും. ഞങ്ങൾ നോമ്പോറ്റവരാണ്. ആര് പറയും? നമ്മൾ നിസ്കരിച്ചവരാണ്. നിങ്ങൾ നോമ്പ് വെച്ചിരിക്കണം. നിങ്ങൾക്കെന്ത് നോമ്പോറ്റ ഞങ്ങളൊന്നിനും പറ്റൂല. ഉരുളിയങ്ങൾ മാറിക്കും. എന്തുകൊണ്ട്? നോമ്പോറ്റവരാണ് നമ്മൾ. പെണ്ണുങ്ങൾ നിസ്കരിച്ചവരാണ്, ഭർത്താവിനെപ്പെട്ടവരാണ്, ക്ഷമിച്ചവരാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. തല കൊടുത്ത് ആലോചിക്ക്. നമ്മളിലേക്ക് ആദം നബി അതിൽ കൂട്ടാൻ പറ്റൂല. പിന്നെ ഒരു ഉപമ പറയാവുന്നതിൽ പറഞ്ഞേ ഉള്ളൂ. ആദം നബിയുടെ കുറ്റമല്ല. എന്നിട്ടും ആയിരങ്ങൾ എന്ത് പറഞ്ഞു? റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇന്നും ആലിമീങ്ങൾ മെഹ്റാബിലിരുന്ന് 5 വഖത്തിലും ചെയ്യുന്ന ഒരു ദുആയാണിത്. ഇതിന്റെ പിതാവ്, ഈ ദുആന്റെ അടിസ്ഥാനം ആരാണ്? സയ്യിദുന ആദം. അല്ലാഹുവേ ഞങ്ങളോട് അതിക്രമം ചെയ്തുവല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? അൽ അബ്ദു ഇദാ നളറ ഔസാഫ നഫ്സിഹി അല്ലഈമ, അവന്റെ നഫ്സിന്റെ വൃത്തികേടുകൾ, വസഫുകൾ അവനൊന്ന് നോക്കിയാൽ, പരിശോധിച്ചാൽ, ആക്ഷേപിക്കപ്പെടേണ്ട അവന്റെ നഫ്സിന്റെ രീതികൾ, പ്രവർത്തനങ്ങൾ അവനെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്തഹയാ മിനല്ലാഹ് അൻ യർഫഅ ഇലൈഹി ഹാജതൻ യത്ലുബുഹാ. ഇങ്ങോട്ട് നോക്ക്. ഇസ്തഹയാ, അവൻ ലജ്ജിക്കും. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. എന്ത്? ആ യർഫഅ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയർത്താൻ, ഹാജത്തൻ, ഒരാവശ്യത്തെ, യത്ലുബുഹാ, എന്നിട്ട് അള്ളാഹുവിനെ തേടുക. അള്ളാഹ് എനിക്ക് ഇന്നാലിനെ ചെയ്തു കൊണ്ടാന്ന് പറയാൻ ഇവൻ എന്തുണ്ടാവും? അതന്നെ, മറക്കല്ല. ഇസ്തഹ്യാ, ലജ്ജ ഉണ്ടാവും. വഖറസ ലിസാനുഹു, നാവ് ഖറസ പറഞ്ഞാൽ ഊമയാവുക, നാപ്പൊട്ട്, മിണ്ടാനാണ് കഴിയൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ബാപ്പ പൈസ തന്നു അങ്ങാടി കച്ചവടം തുടങ്ങാൻ. കച്ചവടം പൊട്ടി, കുതിര വിട്ട് നടന്നു. 2ാം വട്ടം ബാപ്പ പൈസ തന്നു, അതും പൊട്ടിച്ചു. 3-ാം ദിവസവും ബാപ്പ പൈസ തന്നു, പൊട്ടിച്ചു. പിന്നെ ബാപ്പാൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കൂല. ബാപ്പനെ കാണുന്നോടത്ത് മാറും. ബാപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ട്, പക്ഷെ അന്തള്ള മകൻ പിന്നെ പോയി നിൽക്കൂല. ഇനി ബാപ്പ ആട്ടി പിടിച്ചു കൊടുക്കണം. അങ്ങനെ തന്നെയല്ലേ? ബാപ്പാന്റെ മുന്നിൽ നിൽക്കവൻ എന്താണ്? ലജ്ജയാണ്. ബാപ്പ 3 വട്ടം പൈസ തന്നത്. അള്ളാഹു എന്നെ ഉണ്ടാക്കി, എൻ്റെ ഉമ്മാന്റെ വയറ്റിൽ എന്നെ സംരക്ഷിച്ചു, ഒരു കുഴപ്പമില്ലാതെ പുറത്താക്കി, ഒരു കുഴപ്പമില്ലാതെ വളർത്തി, ഇതൊക്കെ നിനക്ക് തന്നു. നീ എന്ത് ചെയ്തു? എതിര് മാത്രം ചെയ്തു. പിന്നെ എങ്ങനെയും ചോദിക്കാൻ ലജ്ജയാണ്. ആർക്ക്? ബോധമുള്ളവന്. ബോധമില്ലാത്തവൻ എന്താ? ബോധമില്ലാത്തവൻ എന്തു പറയും? നമ്മളെപ്പോലത്തെ എന്തോരണ്ട് കാര്യമല്ല, പടച്ചോൻ ചെയ്യൂല. എങ്ങനെയുണ്ട്? മുഖാഫറാവും അല്ലേ? മുഖാഫറായി, കച്ചക്കാഫറായി. നേരെ മറിച്ചുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ചെല്ലി പടച്ചോനെ, സ്വർഗത്തിന് ഞാൻ അഹ്ലല്ല, അതിനൊന്നും ഞാൻ അവകാശമല്ല. സ്വർഗം ഒന്നും എനിക്കില്ല, ഞാനിന് മാത്രമൊന്നും ഇല്ല. സ്വർഗമൊന്നും ചോദിക്കാൻ ഞാൻ ഇല്ല. സ്വർഗത്തിലൊന്നും എന്നെ കയറ്റാൻ പറ്റൂല, ഞാൻ അത്രയും വൃത്തികെട്ടവനാണ്. മനസ്സിലായില്ലേ? സ്വർഗത്തിന് മാത്രമൊന്നും ഞാൻ ഇല്ല. എന്നെ കയറ്റി സ്വർഗം തന്നെ വടക്കാക്കണം, അതിന് മാത്രമൊന്നും ഞാൻ ഇല്ല.
മനസ്സിലായില്ലേ? ഇതന്നെ. പക്ഷേ എന്നാൽ നരകത്തിന് എനിക്ക് ശക്തിയും ഇല്ല, സ്വർഗത്തിന് എനിക്ക് അവകാശവും ഇല്ല, നരകത്തിന് എനിക്ക് ശക്തിയും ഇല്ല. അപ്പൊ തൗബ തരണം, അള്ളാഹു തൗബ തരട്ടെ. അതാണ് തൗബ. സ്വർഗത്തിന് അവകാശമില്ല എന്ന ബോധമാണ് തൗബ. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം ചെല്ലുമ്പോഴത്തിന് നമ്മൾ മേലക്കണ കയറി. മനസ്സിലായില്ലേ? ഇസ്തഹ്യാ മിനൻ നുത്ഖി ബിഹാ, അള്ളാഹിനോട് ഒരു ആവശ്യം പറയാൻ ഹറസ ലിസാനു, നാവിന് പറയാൻ കഴിയണില്ല. പോലീസ് പിടിച്ചു, പറയാൻ കഴിയണില്ല. പിടിച്ചു അങ്ങനെ ഉണ്ടല്ലോ പെടല്. വേശ്യാലയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടേ കൊടുത്തു ഒരാൾ. അപ്പോഴത്തേനാണ് പോലീസ് റെഡി ചെയ്തത്. ബെനി പിടിച്ചു. പോലീസ് മാന്യനായ ചെക്കനാണ്, പക്ഷെ മിണ്ടാൻ കഴിയൂല. കാരണം വേശ്യാലയത്തിൽ നിന്ന് പിടിച്ചവരൊക്കെ വേശ്യപ്പണി വെച്ചല്ലേ കണക്കാക്കുള്ളൂ. പിന്നെ മാനേജർ വന്നിട്ട് സാധനം കൊണ്ട് ബില്ലും അടക്കം വന്നു. നമ്മൾ ആദ്യം പറഞ്ഞുകൂടായിരുന്നു, പറയാൻ എന്തേ കഴിയാഞ്ഞു. മനസ്സിലായില്ല? വേശ്യാലയത്തിൽ നിന്ന് പിടികൂടി. ഈ അവിടെ ഒരു സാധനം കൊണ്ടേ കൊടുക്കാൻ പ്ലംബിങ്ങിനെ പണിക്കുവരാ, പക്ഷെ പിടികൂടി. ഇനി അവിടെ പോലീസിനോട് പറയാൻ നിനക്ക് എന്തില്ല, ന്യായമില്ല. പിന്നെ ബാപ്പ വന്നു, മാനേജർ വന്നു. ആദ്യം പറയണ്ടേ, ഒരു പേര് അച്ചടിച്ചു വന്നില്ലേ, പോലീസുകാരൻ ചാടി. അങ്ങനെയാണ് ഈ ഒന്നര പറഞ്ഞൂടായിരുന്നു. എന്ത് പറയാഞ്ഞു? പറയാൻ നാവിലങ്ങട്ട് കിട്ടൂല. തന്നെ അള്ളാഹിന്റെ മുന്നിൽ നാവ് കിട്ടുന്നില്ല. കാരണം ആ ജാതി കേടിയാണ്. ഈ ബോധമാണ് നമുക്ക് ഉണ്ടാണ്ട്. അപ്പം അള്ളാഹു നമ്മളെ ഹൃദയത്തേക്ക് നോക്കി വിധിക്കും. തൊള്ളേക്കട കിട്ടണില്ല, കാരണം എന്നോട് ചോദിക്കാനുള്ള അർഹത എനിക്ക് ഇല്ല. ഇതാണ് മൂമിന്. അതന്നെ ശിക്ഷയില്ലാത്തൊരു അവകാശവും അവനില്ല. ആട്ടിവിടലും. അവനെ പറ്റി പഠിച്ചാൽ ശിക്ഷയില്ലാത്തൊരു അവകാശമില്ല. ആട്ടിവിടലും, ആട്ടണം. അജാദ്യം ചെയ്ത് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇത് ചിന്തിക്കി. നല്ല ഉഷാറിലല്ലേ, എന്നാ പിന്നെ ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ ഇനി വകുപ്പ് മാറ്റിത്തരും. നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിൽ ഇപ്പത്തിന് ഇനി ഒരു കോലം മാറ്റിത്തരാം. ചോദിച്ചൂടെ? ചോദിക്കാം. അവനിലേക്ക് നോക്കുക. എന്ത് അർഹതയില്ലാത്തവന് കൊടുക്കണവനോട് ആർക്കും ചോദിക്കാലോ. നമ്മൾ കരിയ എനിക്കർഹത പറ. എനിക്ക് നിന്നോട് ചോദിക്കാൻ അർഹത ഇല്ല, നിനക്ക് എനിക്ക് തരാൻ അർഹത ഉണ്ട്. അപ്പൊ നമ്മളെ കാണുന്നതല്ല, നമ്മളെ കാണുന്ന കരച്ചിലുകൊണ്ടാണ്. ആവശ്യം കാണുന്നത് അവരിലേക്ക് നോക്കിയാണ്. ഇല്ല കറമില്ല നീ ചെല്ലിക്കളാം, നീ ചെല്ല്. എന്ത് അല്ലാഹുമ്മ റഹംനി, അതാണ് പറഞ്ഞത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. യാ അർഹമർ റഹീമീനാണ്, ഞാൻ അർഹനല്ല. ഓ അല്ലാഹുവേ റഹംനി. അർത്ഥം വെക്കടോ. അല്ലാഹുമ്മ അതിനൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിച്ചവർക്ക് അറിയാലോ. അല്ലാഹുമ്മ റഹംനി. അർത്ഥം വെക്ക്. അല്ലാഹുമ്മ, അല്ലാഹുവേ റഹംനി, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണം. ഇനി പറയണ്ട എന്താ, എനിക്കത് ആവശ്യമുണ്ട് എന്നല്ലേ പറഞ്ഞു. ഇല്ല, യാ അർഹമർ റഹീമീൻ, റഹ്മത്ത് ഏറ്റവും ചെയ്യണോന്. അപ്പൊ ഞാൻ ചോദിക്കണേ ഇന്നെ നോക്കിയിട്ടല്ല, എന്നെ നോക്കിയിട്ടാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമ്മളിപ്പോ ഒരു ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇത് നാളെ പണിക്ക് വരുമോ? നമ്മളെ തെങ്ങിന് തടഞ്ഞു തുറന്നിട്ടില്ല, അങ്ങനെയല്ലേ പറയാ? എനിക്ക് ആവശ്യമുണ്ടെന്നല്ലേ പറയാ? ഇത് അള്ളാഹിനോട് പറയണത് എന്റെ സിഫത്ത്. അല്ലാഹുമ്മ റഹംനി, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം. എനിക്ക് ആവശ്യമുണ്ടെന്നല്ല. യാ അർഹമർ റഹീമീൻ, നീ അർഹമർ റഹീമീനാണ്. അപ്പൊ ചോദിച്ചത് അവനെ നോക്കിയിട്ടാണ്, നമ്മൾ നോക്കിയിട്ടല്ല. നമ്മൾ നോക്കിയിട്ട് ചോദിക്കാനുള്ള അവകാശം നമുക്ക് ഇല്ല. പറഞ്ഞത് മനസ്സിലായോ? ഇല്ലേ? വെറുതെ തരാട്ടണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ? ഇല്ലേ? മനസ്സിലായില്ലേ? അടുത്ത് ഇനി 2ാമത്തെ പത്തിൽ എന്താ? ദോഷങ്ങൾ പുറത്തേരണേ. ദോഷം പുറത്തേരെന്ന് ചോദിക്കാൻ പോലും അർഹത എനിക്കില്ല, കാരണം അതിന് മാത്രം ഞാൻ ദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ യാ റബ്ബൽ ആലമീൻ, എല്ലാവരെയും രക്ഷിക്കണോനല്ലേ? അവിടെയും എന്നെ കണ്ടിട്ടുള്ളൂ. മൂന്നാമത്ത്
اللهم اعتقني من النار وادخلني الجنة يا رب العالمين. റബ്ബുൽ ആലമീനെ എനിക്കിതിന് അവകാശമില്ല. പിന്നെ അവസാനത്തെ 10ന്റെ അവസാനം 25 കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ ഇതുവരെ നമ്മളെ മുന്നിലാക്കി ഓനെ പിന്നിലാക്കി. ഉഷാറിലിരുന്നാലേ പറയുള്ളൂ. ഉഷാറിലിരുന്നിട്ടെങ്കിൽ പറയില്ല. 1ാമത്തെ 10ലും 2ാമത്തെ 10ലും 3ാമത്തെ 10ന്റെ തുടക്കത്തിലും നമ്മളെ ആവശ്യം മുന്നിലാക്കിയിട്ട് അവൻ്റെ മാത്രം പിന്നിലാക്കി. അവസാനോ നമ്മൾ പറയണനല്ല. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ. എന്നിട്ട് മെല്ലെ അപ്പോഴത്തേന് നമുക്ക് നമ്മളെ ദോഷമൊക്കെ തിരിഞ്ഞു. പിന്നെ ആദ്യം അള്ളാഹിൻ്റെ സിഫത്ത് കുറച്ചാ, നമ്മളെ ആവശ്യം കൂടുതലാണ്. അവസാനം എത്തിയപ്പോഴോ അള്ളാഹിൻ്റെ സിഫത്ത് കൂടുതലാണ്, നമ്മളെ ആവശ്യം 25ന്റെ അവസാനത്തെ 10ന്റെ അവസാന ഭാഗങ്ങൾ എന്താ ചെല്ലേണ്ടതെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ മുത്തുനബി പറഞ്ഞത്? ഖുലു അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതർത്ഥം ആദ്യം അവനാൻ്റെ കാര്യം പറഞ്ഞു, അവസാനോ പിരിയാൻ നേരത്തല്ലേ കൂടുതൽ കാര്യം പറയുന്നുണ്ട്. കാര്യം പറയാനില്ല. നമ്മളെ പൊളിച്ചിട്ട് തീർന്നിട്ടില്ല. ഇതൊന്ന് ചീത്തി ഒഴിവാക്കി ശുദ്ധീകരിച്ചാലല്ലേ ഓനോട് പോയി പറയാൻ പറ്റുള്ളൂ. നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? വൈകുന്നേരത്തെ വണ്ടിക്ക് പോകാനുള്ള പൈസ എല്ലായിട്ട് പ്രഭുവിൻ്റെ വീട്ടിൽ പോയി. എങ്ങനെ പോയത്? കക്കൂസിൽ മലിനത്തിൽ ആകെ പരണ്ടു പോയി. അപ്പം ആട്ടി. അപ്പം പുഴയിൽ വന്നിട്ട് കുളിച്ചിട്ടും തീരുന്നില്ല. 4 മണിക്ക് വണ്ടിയാണ്, 3 മണി വരെ കുളിച്ചു. പിന്നെ ഇപ്പം എന്താ പോയി പറയാ? പിന്നെ ഇനി ഒന്നുമില്ല, 4 മണിക്ക് വണ്ടിയാവും. ഇനി എന്തേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കുളി തീർക്കാൻ അവിടെ ഇനി നേരല്ല. പിന്നെ എന്ത് പോയി പറയാ? മലയാളിയെ നിങ്ങൾ ആർക്കും കൊടുക്കുന്ന ആളല്ലേ, എനിക്ക് വണ്ടിക്ക് പോകാനുള്ളതാണ്, അത്രയും ഞാൻ പറയുള്ളൂ. മലയാളിയെ നിങ്ങൾ ആർക്കും കൊടുക്കുന്ന ആളല്ലേ, നിങ്ങൾ ആരും പരിഗണിക്കുന്ന ആളല്ലേ. അതായത് എൻ്റെ കുളി തീരാൻ ഞാൻ അവിടെ നേരല്ല, റമദാൻ തീരാണ്, എൻ്റെ കുളി തീരൂല. കാരണം എനിക്ക് കുളിച്ചാൽ തീരാത്തത്ര ദോഷം ഞാൻ മക്കളെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ ആവശ്യം ബാക്കിലാക്കി. പിന്നെ എന്ത് പറഞ്ഞു? ഒരാളേ വല്ലതും തരണേ, 4 മണിക്ക് വണ്ടി ഉണ്ടേന്നാ രാവിലെ പറഞ്ഞു. പോടാ മലത്തിൽ മുങ്ങിയോനെ ആട്ടി. പിന്നെ അവസാനം വന്നു 3 മണിക്ക്, 4 മണിക്ക് വണ്ടിയാ. അപ്പൊ എന്ത് പറഞ്ഞു? കുളിച്ചു. പക്ഷെ എപ്പോഴും എന്തായിട്ടില്ല, മണം പോയിട്ടില്ല. ഇനി 4 സോപ്പ് വാങ്ങി കുളിക്കണം. അപ്പൊ എന്ത് പറഞ്ഞു? ഒരാളേ നിങ്ങൾ ആർക്കും കൊടുക്കണവനല്ലേ, നിങ്ങൾ കക്കൂസിക്കണം ദാനം ചെയ്യുന്നവനല്ലേ, നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനല്ലേ, എനിക്ക് പോണ്ടിയിരുന്നു ഇത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ ആവശ്യത്തിലല്ലേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഇവിടെ ഇന്ന് നമ്മൾ ആവശ്യം അറിയണില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആവശ്യം കയറ്റി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ മാപ്പ് കൊടുക്കുന്നവനാണല്ലോ അല്ലാഹ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കുന്ന വലിയ ഇഷ്ടമുള്ള ആളല്ലേ അല്ലാഹ്. ഇപ്പൊ പറഞ്ഞൊക്കെ അല്ലാഹിനെ പറ്റി. ഫഅഫു അന്നി, എനിക്ക് മാപ്പ് കിട്ടിയാൽ തെറ്റുണ്ടായില്ല. അടിമയെ പറ്റി മനസ്സിലാക്കി ആട്ടപ്പെടാൻ മാത്രമേ ഇവനുള്ളൂ. അവനെ പറ്റി ചിന്തിച്ചാൽ അവൻ അള്ളാഹുവിലേക്ക് കൈനീട്ടാനുള്ള യോഗ്യത ഇല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇനി പറ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ബാക്കി ദുആന്റെ മാസമാണ്, ബാക്കി നാളെ പറയും. അത് ദുആക്ക് വേണ്ടി നമ്മൾ ഒന്ന് പഠിക്കുക. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. 150 കുട്ടികളാണ് ദാറുൽ ഖുർആനിൽ പഠിക്കാനുള്ളത്. 150 കുട്ടികൾക്ക് 15,000 രൂപ. ആ കുട്ടികളെ ഒരു വർഷത്തെ ഭാഗികമായി ഏറ്റെടുക്കുന്നവർക്ക് 15,000 രൂപ ഒരു കൊല്ലത്തിൽ കൊടുക്കുക എന്ന രൂപത്തിൽ കഴിഞ്ഞ വർഷം വരെ പറഞ്ഞിരുന്നു. ഈ വർഷമൊക്കെ സാമ്പത്തികമായ ആളുകൾക്ക് വളരെ പ്രയാസമാണ് എന്നറിയാം. അതുകൊണ്ട് ഒരു 10,000 രൂപ ഒരു കുട്ടിയെ ഏറ്റെടുക്കുക എന്ന നിലയിൽ ഒരു 10,000 രൂപ, പൂർണ്ണമായി ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ കഴിവുള്ളവർ ഒരു 50,000 രൂപ കൊടുക്കുക. ഒരു ഭാഗികമായി ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ
താല്പര്യപ്പെടണം. ഇത് ആർക്കും കഴിയും. ഒരു 10,000 രൂപ ഒരു കുട്ടിയുടെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അള്ളാഹിൻ്റെ ദീൻ പഠിക്കുക, അള്ളാഹു എന്ന് പഠിക്കുക. അതാണ് ഈ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം. അവരെ അള്ളാഹു എന്ന് പഠിക്കുന്ന ഒരു യോഗ്യത അവർക്ക് ഉണ്ടാക്കലാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ.